രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ദശകം 11 രണ്ടാമത്തെ ശ്ലോകമാണ്. 182ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്കത് എടുക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച 12 മണിക്ക് ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. വ്യാഴാഴ്ച ജയദേവ കവി, സാക്ഷാൽ ജയദേവ കവിയുടെ അഷ്ടപതി എഴുതാൻ അനുഗ്രഹിക്കപ്പെട്ട ആ ജീവിത കഥയിലൂടെ, പ്രണയ കഥയിലൂടെ ഭഗവാൻ ജഗന്നാഥൻ്റെ അനുഗ്രഹം നേടിയ ജയദേവൻ്റെ ജീവിത കഥയാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ അത് കണക്ക് ദൂരെയുള്ളവർക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കണം. അതേ കണക്ക് തന്നെ അതിനകത്ത് നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അർത്ഥമറിഞ്ഞ് രാധികാ കവചം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ രാധാ സഹസ്രനാമം എന്ത് ചെയ്യാൻ, കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ചൊല്ലാനായിട്ട്. എന്നാലേ പൂർണ്ണ ഫലസിദ്ധി കിട്ടുകയുള്ളൂ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതേ കണക്ക് ഭക്തമീരയുടെ കഥയുണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്, അത് കേൾക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പുനരവതാരമാണ്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ്. അതേ കണക്ക് തന്നെ എന്നും രാവിലെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അറിവ് പകരുന്ന മോട്ടിവേഷണൽ സ്പീച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ചാനലിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ദർശനം തന്ന എന്നെ പൊന്നു 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 പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമ്മൾ നാരായണീയം ആരംഭിക്കുകയാണ്. ഇന്നത്തെ നാരായണീയത്തിലെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് കാഞ്ചന. ഇതിനു മുമ്പും കാഞ്ചന നമുക്ക് പാടിയിട്ടുണ്ട്. അന്ന് നിരവധി പേര് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയ ആളാണ് ആരെന്ന് പറയുന്നത് കാഞ്ചന. കാരണം കാഞ്ചന അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആലപിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാഞ്ചന യൂട്യൂബിൽ നിന്ന് എൻ്റെ അടുക്കിലേക്ക് വന്ന ഒരാളല്ല. കാഞ്ചന എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതാണ്. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നപ്പോൾ കാഞ്ചനയുടെ പാടാനുള്ള കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, കാഞ്ചന പാടണേ എന്ന് പറഞ്ഞപ്പോൾ കാഞ്ചന സന്തോഷത്തോടു കൂടിയാണ് സമ്മതിച്ചത്. അങ്ങേയറ്റം എന്താ പറയേണ്ടത്, കാഞ്ചന അടിമുടി ഭക്തി സാന്ദ്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭട്ടതിരിപ്പാടിൻ്റെ ഈ നാരായണീയത്തിലെ ഓരോ വാക്കുകളുടെ അർത്ഥവും നന്നായിട്ടറിഞ്ഞാണ് പാടുന്നത്. അത് സ്ട്രെസ് കൊടുക്കേണ്ടടുത്ത് നല്ല സ്ട്രെസ് കൊടുത്ത്, നീട്ടേണ്ടടുത്ത് നീട്ടി. അങ്ങനെ എന്തിനു പറയുന്നു, എൻ്റെ സ്റ്റുഡൻ്റായ, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റായ കാഞ്ചന ഞാൻ അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. കാഞ്ചന അതിഗംഭീരമായി പാടുന്നു, കേട്ടുകൊള്ളൂ. മനോജ്ഞനൈ ശ്രേയസകാനനാദ്യൈരനേക പാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവദോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യാ. നമ്മുടെ കാഞ്ചന അത് അതിമനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. കാഞ്ചന അഭിനന്ദനങ്ങൾ. അപ്പൊ നോക്കേ, മനോജ്ഞനൈ ശ്രേയസ കാനനാദ്യ അനേകവാപീ മണിമന്ദിരൈച്ഛ അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാഭു അതീത കക്ഷ്യ. അങ്ങനെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ മനോജ്ഞനൈ ശ്രേയസ്സ കാനനാദ്യൈരനേകവാപീ മണിമന്ദിരൈച്ഛ അനോപമം തം ഭവതോ നികേയം മുനീശ്വര പ്രാപുരതീത കക്ഷ്യ. അർത്ഥം എഴുതിക്കോ. മനോജ്ഞനൈ ശ്രേയസ, മനോജ്ഞനൈ ശ്രേയസ. അർത്ഥം മനോഹരമായ നൈശ്രേയസം എന്ന, അതൊരു പേരാണ്, ഒരു ഉദ്യാനത്തിൻ്റെ പേരാണ് നൈശ്രേയസം. അപ്പം മനോഹരമായ നൈശ്രേയസം എന്ന കാനനാദ്യൈ, ഇവിടെ കാനനം കാടല്ല, ഉദ്യാനം, പൂന്തോട്ടം. കാനനാദ്യൈ ഉദ്യാനം. അനേകം, അനേകം ധാരാളം. വാബി മണിമന്ദിരൈച്ഛ, വാബി എന്ന് പറഞ്ഞാൽ തടാകം, മണിമന്ദിരം എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീട്. അപ്പോൾ വാബി മണിമന്ദിരൈച്ഛ എന്ന് പറഞ്ഞാൽ തടാകങ്ങളും രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച മണിമാളികകളും ഉള്ളതായ. അനോപമം എന്ന് പറഞ്ഞാൽ എന്താണ്, സാദൃശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായി മറ്റൊന്നുമില്ലെന്നർത്ഥം. യാതൊരു സാദൃശ്യവും ഇല്ലാത്തത്. ഭവതോ ഭഗവാന്റെ, നികേതം, നികേതം താമസിക്കുന്ന സ്ഥലം, മുനീശ്വര അർത്ഥം മുനീശ്വരന്മാര്, പ്രാപു അർത്ഥം പ്രാപിച്ചു, അതീത കക്ഷ്യ, അതീത കക്ഷ്യ ഗോപുരങ്ങൾ കടന്നു ചെന്നു. അപ്പൊ ഈ കക്ഷ്യ, കക്ഷ്യ എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. കക്ഷ്യ എന്ന് പറഞ്ഞാൽ ഗോപുരം. ആദ്യം
ഞാൻ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. മനോഹരമായ നൈശ്രേയസമെന്ന ഉദ്യാനം തുടങ്ങിയവയാലും അനേക തരത്തിലുള്ള തടാകങ്ങൾ, മണിമന്ദിരങ്ങൾ എന്നിവ നിറഞ്ഞതും ഉപമിക്കാൻ മറ്റൊന്നുമില്ലാത്തതുമായ അങ്ങയുടെ താമസ സ്ഥലത്തെത്താനുള്ള ഗോപുരങ്ങൾ സനകാദികൾ കടന്നു ചെന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം ആ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുകയാണ്. വൈകുണ്ഠത്തിൽ അതിമനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൻ്റെ പേരാണ് നയശ്രേയസം. പിന്നെ ഒരുപാട് തടാകങ്ങളുണ്ട്. പിന്നെ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച മണിമാളികകളുണ്ട്. അതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. നമുക്ക് ഭഗവാന്റെ താമസ സ്ഥലത്തെ മറ്റൊന്നുമായി ഉപമിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന് തുല്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉപമിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള താമസ സ്ഥലത്ത് എത്താനുള്ള ഗോപുരങ്ങൾ കടന്ന് സനകാദികൾ ഭഗവാന്റെ അടുക്കൽ എത്തുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭട്ടതിരിപ്പാട് ഇത്രയും പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അതായത് വൈകുണ്ഠത്തിന് അധിക വർണ്ണന ഭട്ടതിരിപ്പാട് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ സനകാദികൾ എത്തിയ വൈകുണ്ഠത്തിൻ്റെ മഹിമ ഭാഗവതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ അതിഗംഭീരമായിട്ട് ഏത് പറഞ്ഞിട്ടുണ്ട്? വൈകുണ്ഠത്തെ വർണ്ണിക്കുന്നുണ്ട്. ഭട്ടതിരിപ്പാട് അങ്ങനെ വൈകുണ്ഠത്തെ അധികം വർണ്ണിക്കാൻ മെനക്കെടുന്നില്ല. ഭട്ടതിരിപ്പാട് പറയുന്നത് അവിടെ നൈശ്രേയസം എന്നൊരു ഉദ്യാനമുണ്ട്. അവിടെ ഒരു ഉദ്യാനമുണ്ട്, അതിൻ്റെ പേരാണ് നൈശ്രേയസം എന്നൊരു ഉദ്യാനമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ നൈശ്രേയസം എന്ന പേരിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നിശ്രേയസ്സുമായി ബന്ധപ്പെട്ടതാണ്. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ കൈവല്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൈശ്രേയസം എന്ന ഉദ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ കൈവല്യ രൂപമായ ഉദ്യാനം. എന്താണ് കൈവല്യം? മോക്ഷം. അപ്പോൾ മോക്ഷം പ്രാപിക്കുന്ന ഉദ്യാനമുള്ള ഒന്നാണ് സാക്ഷാൽ വൈകുണ്ഠം എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ നൈശ്രേയസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നൈശ്രേയസം മനസ്സിലായല്ലോ. മോക്ഷതരം, മോക്ഷം കൊടുക്കുന്നതിനെയാണ് എന്ത് പേര് വിളിച്ചിരിക്കുന്നത്? നൈശ്രേയസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മനസ്സിലല്ലേ വാസസ്ഥലം, നിരവധി തടാകങ്ങൾ, വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച മണിമാളികകൾ, അതുകൊണ്ട് അങ്ങനെ തിളങ്ങുകയാണ്. ഇവിടെ സനകാദികൾ എത്തിച്ചേർന്നത് പല പല ഗോപുരവാതിലുകൾ കടന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ മതിൽക്കെട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ പോലെ മതിൽക്കെട്ടുണ്ട്. ആ മതിലിന് ഓരോ മതിലും, ആ രണ്ടു വശത്തെ മതിലും വന്ന് നിൽക്കുന്നത് വലിയ ഗോപുരമാണ്. ആ ഗോപുരത്തിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗേറ്റുണ്ട്, കവാടമുണ്ട്, വാതിലുണ്ട്. അങ്ങനെ 7 ഗോപുരമുണ്ടെന്ന് ഭാഗവതം പറയുന്നു. ഭാഗവതം പറയുന്നത് 7 ഗോപുരമുണ്ട്. ആ 7ാമത്തെ ഗോപുരത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സനകാദികൾ 6 ഗോപുരങ്ങളും കടന്ന് 7ാമത്തെ ഗോപുരത്തിലുള്ള ഭഗവാന്റെ താമസ സ്ഥലത്തെത്തി. ആ ഗോപുരത്തെയാണ് ശ്ലോകത്തിൽ കക്ഷ്യ എന്ന് പറയുന്നത്. 6 കക്ഷ്യകളും കടന്നാണ് 7ാമത്തെ ഗോപുരത്തിലെത്തിയത്. ഈ ഗോപുരത്തിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് അറിയുക. ആചാര്യന്മാർ ഇതിനെ പലതായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു 6 കക്ഷ്യകൾ, അതായത് 6 ഗോപുരങ്ങൾ, 6 വാതിലുകൾ. ഈ 6 ഗോപുരം കടന്നാലേ 7ാമത്തെ ഗോപുരത്തിലുള്ള ഭഗവാന്റെ അടുത്തെത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആചാര്യന്മാർ പറയുന്നത് 6 ഗോപുരം എന്ന് പറഞ്ഞാൽ 6 ആധാര ചക്രങ്ങളാണ്. ഈ 6 ആധാര ചക്രങ്ങളും കടന്നു കഴിഞ്ഞാൽ സഹസ്രധാര പത്മത്തിനടുത്തെത്താം. അപ്പൊ സനകാദികൾ 6 ആധാര ചക്രങ്ങളും കടന്ന് സഹസ്രധാര പത്മത്തിലെത്തി എന്നാണ്
ഈ 6 ഗോപുരം കടന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരർത്ഥം പറയാം. ഷഡ് വൈരികൾ, 6 ശത്രുക്കൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 6 ശത്രുക്കൾ ഉണ്ടെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ആരാണ് നമ്മുടെ ശത്രുക്കൾ? നമ്മുടെ അയലത്തുകാരനോ നമ്മളെ ദ്രോഹിക്കുന്നവനോ അവനൊന്നുമല്ല. നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അങ്ങനെ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ, എങ്ങനെ 6 ശത്രുക്കളുണ്ട്. ഈ 6 ശത്രുക്കളെ ആർക്കാണോ കീഴടക്കാൻ പറ്റുന്നത് അവൻ ഭഗവാനെ പ്രാപിക്കും. മനസ്സിലല്ലേ? കാമങ്ങളില്ലാതിരിക്കണം, കോപങ്ങളില്ലാതിരിക്കണം, ആർത്തി, എന്തിനോടുമുള്ള ആർത്തി ഇല്ലാതിരിക്കണം, ഒന്നിനോടും മോഹങ്ങളും മതമാത്സര്യ ബുദ്ധിയും. ഇതിനെ നിങ്ങൾ കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുണ്ഠത്തിലെത്താം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം സനകാദികൾ 6 ഗോപുരങ്ങൾ കടന്ന് 7ാമത്തെ ഗോപുരത്തിൽ ഇരിക്കുന്ന ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സനകാദികൾ കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും മോഹത്തെയും മതമാത്സര്യങ്ങളെയും കീഴടക്കിയെന്നും അങ്ങനെ മനസ്സ് നിർമ്മലമായതുകൊണ്ട് അവർ വൈകുണ്ഠത്തെത്തിച്ചേർന്നു എന്നുമാണ് ഈ 6 കക്ഷ്യ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. 7ാമത്തെ സ്ഥലമാണ് ഭഗവാന്റെ വാസസ്ഥലം. അതായത് ശരിക്കും പറഞ്ഞാൽ വൈകുണ്ഠം എന്ന് പറയുന്നത് മറ്റൊരു ലോകമല്ല, നമ്മുടെ തന്നെ ഉള്ളിലാണ് വൈകുണ്ഠം. പരിശുദ്ധമായ മനസ്സാർക്കുണ്ടോ അതാണ് വൈകുണ്ഠം. ഇപ്പൊ എൻ്റെ മനസ്സ് പരിശുദ്ധമാണെന്നിരിക്കട്ടെ, എനിക്ക് കാമമില്ല, ക്രോധമില്ല, ലോഭമില്ല, മോഹമില്ല, മതമാത്സര്യങ്ങളില്ല, ഒന്നുമില്ലെങ്കിൽ എൻ്റെ മനസ്സ് പരിശുദ്ധം. അപ്പൊ എൻ്റെ മനസ്സാരാണ് വൈകുണ്ഠം. ആ മനസ്സിൽ എപ്പോഴും ശ്രീകൃഷ്ണ പരമാത്മാവ് ഇങ്ങനെ വിളങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ കൃഷ്ണന്റെ വാസസ്ഥലം വൈകുണ്ഠമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുകളിൽ എവിടെയോ ഉള്ള ഒരു ലോകത്തിരിക്കുന്നു എന്നല്ല. അതിൻ്റെ അർത്ഥം ആരൊക്കെയാണോ അവൻ കാമക്രോധ ലോഭ മോഹങ്ങളെ കീഴടക്കുന്നത് അവൻ്റെ മനസ്സ് വൈകുണ്ഠമാകുന്നു. അവൻ്റെ മനസ്സിൽ ഭഗവാൻ സ്ഥിരമായി താമസിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് 1,00,000 പരിശുദ്ധമായ മനുഷ്യരുണ്ടെങ്കിൽ 1,00,000 വൈകുണ്ഠമുണ്ടെന്നർത്ഥം. മനസ്സിലായില്ലേ? അതാണ് ശരിക്കും വൈകുണ്ഠമെന്ന് പറയുന്നത്. ഇനി ഇതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 2 വ്യാഖ്യാനം പറഞ്ഞു. ഒന്ന് 6, അതായത് സനകാദികള് 6 ഗോപുരങ്ങൾ കടന്ന് 7ാമത്തെ ഗോപുരത്തിലുള്ള ഭഗവാന്റെ അടുത്തെത്തിയെന്നാണ്. അതിന് ഒരു വ്യാഖ്യാനം 6 ആധാര ചക്രങ്ങളും കടന്ന് സനകാദികള് സഹസ്രാര പത്മത്തിനടുത്തെത്തി. 2ാമത്തെ വ്യാഖ്യാനം കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളെ കീഴടക്കി 6 ശത്രുക്കളെ കീഴടക്കി മനസ്സ് നിർമ്മലമായതോടുകൂടി സനകാദികൾ പരിശുദ്ധരാവുകയും സനകാദികളുടെ മനസ്സ് തന്നെ വൈകുണ്ഠമാവുകയും ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ വിളങ്ങുകയും ചെയ്തു. ഇനി മറ്റൊരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇതാണ് ഈ 6 ഗോപുരങ്ങൾ. ഈ 6 ഗുണങ്ങളെയാണ് 6 ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളാണ് 6 ഗോപുരങ്ങൾ. ഈ 6 ഗുണങ്ങൾ ആർക്കുണ്ടോ അവരുടെ ഹൃദയത്തിൽ വസിക്കാൻ ശ്രീകൃഷ്ണ പരമാത്മാവെത്തും. അവിടം ഭൂലോക വൈകുണ്ഠമായി മാറും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ 6 ഗുണങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, എങ്കിൽ എൻ്റെ മനസ്സ് വൈകുണ്ഠമാണ്. എൻ്റെ മനസ്സിൽ വസിക്കാൻ ഭഗവാൻ വരും. പക്ഷെ ഈ 6 ഗുണം വരണമെങ്കിൽ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളെ കീഴടക്കിയാലേ ഈ 6 ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. 7ാമത്തെ ഗോപുരം എന്ന് പറയുന്നത് ഭക്തി. അത് സ്വാഭാവികമായും വന്നുകൊള്ളും.
ഈ കാമക്രോധങ്ങളെ കീഴടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ആ വൈരാഗ്യവും വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 7ാമത്തെ പടിയായ ഭക്തിയിൽ എത്തിച്ചേരുമെന്ന് പറയുന്നു. ഈ സനകാദികൾ അങ്ങേയറ്റം ഭക്തിരസികരാണ്. അതുകൊണ്ട് അവർ 6 ഗോപുരവും കടന്നു. പക്ഷേ ഭക്തിയുടെ പൂർണ്ണതയില്ലാത്തത് കൊണ്ട് 7ാമത്തെ ഗോപുരത്തിൽ തടസ്സങ്ങൾ വരും. അതെന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ വേറൊരു ലോകത്ത് വൈകുണ്ഠമുണ്ടെന്ന് കരുതാതെ ഓർമ്മിക്കുക, വൈകുണ്ഠം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങളത് തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തെ വൈകുണ്ഠമാക്കണം. നിങ്ങളുടെ ഹൃദയത്തെ വൈകുണ്ഠമാക്കിയാൽ നിങ്ങൾ ഭഗവാനെ തേടിപ്പോണ്ട, ഭഗവാൻ നിങ്ങളടുത്ത് വരും, നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കും. അതിന് കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രം മതി. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കാമവും ക്രോധവും ഒക്കെ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ഹൃദയം വൈകുണ്ഠമാകും. ആ വൈകുണ്ഠമാകുന്ന ഹൃദയത്തിൽ വസിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവെത്തും. കൃഷ്ണ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.